കേരളക്കാരെ ഒരു വ്യക്തിയുടെ തോൽവി ആഘോഷിക്കാൻ കാത്തിരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ആ കേരളക്കാരെ മുഴുവൻ അയാളെ ശ്രദ്ധിക്കുന്നു എന്നല്ലേ, അത് തന്നെ അയാളുടെ ഒരു വിജയമല്ലേ. ബിഗ് ബോസിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു കുറച്ചൊരു കാലിബർ വേണം. ബിഗ് ബോസ് എന്ന ഷോയിൽ വിളിക്കുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് പോകാൻ തയ്യാറാവാത്തത്? അവിടെ പോയി ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലൊക്കെ നിൽക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അതൊരു സർവൈവൽ ഷോയാണ് അല്ലേ. അങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വെറും, അതായത് പറയുന്നതായിട്ടുണ്ട്, വെറും ഊള പരിപാടി. അതിൽ പോയവരെല്ലാം വെറും ഊളകൾ എന്ന രീതിയിലാണ് ബിഗ് ബോസ് ഷോ. 2026 നിയമസഭാ ഇലക്ഷനും ബിഗ് ബോസും തമ്മിൽ എന്താണ് ബന്ധം? ബിഗ് ബോസിൽ പോകുന്നവരും ബിഗ് ബോസ് കാണുന്നവരുമൊക്കെ ഇത്രയും വില കുറഞ്ഞവരാണോ? ബിഗ് ബോസ് വളരെ മോശമായ രീതിയിൽ ചർച്ചയാകപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ അതായത് ബിഗ് ബോസിൽ എല്ലാ സീസണുകളിലും എടുത്തു നോക്കിയാൽ നമ്മൾ പറയും ഏറ്റവും ശക്തരായ മത്സരാർത്ഥികൾ, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന 2 പേര് ഈ നിയമസഭാ ഇലക്ഷനിൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുത്തു, അവർ മത്സരത്തിൽ നിൽക്കുന്നു. ഓക്കെ, ആ രാഷ്ട്രീയത്തെക്കുറിച്ചോ അവർ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ പാർട്ടി ശരിയാണോ അല്ലെങ്കിൽ അത് തെറ്റാണോ അതിനെക്കുറിച്ചൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നു, അതിനുശേഷം ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്താണ്? ഈ കേരളത്തിൽ, അതായത് ഈ ബിഗ് ബോസ് എന്ന ഷോ വളരെ മോശമായിട്ടും ബിഗ് ബോസ് എന്ന ഷോയിൽ പോകുന്നവരെല്ലാം കഴിവില്ലാത്തവരായിട്ടുമാണോ ഈ എല്ലാവരും കാണുന്നത്? ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് ജീവിക്കുന്നവർ ഇപ്പോൾ ഒരു കണ്ടന്റ് നിയമസഭ ഇലക്ഷനാണല്ലോ. ആ സമയത്ത് തങ്ങളുടെ വരുമാന മാർഗമായ ബിഗ് ബോസിൽ നിന്ന് 2 പേര് ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നമുക്ക് അവരെ പിന്താങ്ങാൻ പറ്റുമെങ്കിൽ പിന്താങ്ങാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷെ അവർ 2 പേര് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി എന്ന ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇവരെ 2 പേരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്താൽ റീച്ച് ഉണ്ടാവും, തങ്ങൾക്ക് വരുമാനം കിട്ടും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, കുറച്ച് ദിവസമായിട്ട് എന്താണ് നടക്കുന്നത്? ബിഗ് ബോസിൽ പോയി എന്നുള്ള ഒറ്റ കാരണങ്ങളുണ്ട്, ബിഗ് ബോസ് മത്സരാർത്ഥികളാണ് എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് ഇലക്ഷനിൽ നിൽക്കാനോ ഒന്നും ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത്. അവരെ ഏത് രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പം ഞാൻ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണമെന്നോ നമ്മളാരും അംഗീകരിക്കണമെന്നൊന്നും അവരാരും നിർബന്ധം പിടിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച്, അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് കാണിക്കുന്ന ഇതിന് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൻ്റെ ചരിത്രം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇത്ര അതായത് ഒരു മോശം ഷോയാണ്. അതായത് കഴിവുകെട്ട കുറേ പേര് മാത്രം വരുന്നൊരു ഷോയാണ്. ആ ഷോയിൽ പോയി 100 ദിവസം സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഷോയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിനൊക്കെ സർവൈവ് ചെയ്ത് എല്ലാം ഫോണില്ലാതെ അല്ലെങ്കിൽ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ തങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നെല്ലാം മാറി ഒരു പ്രത്യേക ഏത് സമയത്ത് എവിടെയും എല്ലാം പ്രശ്നങ്ങളായി അതിനെയെല്ലാം തന്നെ ചെയ്ത് നല്ല മെൻ്റൽ പവറും നല്ല വിൽ പവറും നല്ല കാലിബറും നല്ല കഴിവുമുള്ള വ്യക്തികൾക്ക് മാത്രമേ ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്? കാരണം അങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വെറും, അതായത് പറയുന്നതായിട്ടുണ്ട്, വെറും ഊള പരിപാടി. അതിൽ പോയവരെല്ലാം വെറും ഊളകൾ എന്ന രീതിയിലാണ് ബിഗ് ബോസ് ഷോയെ കണ്ടന്റാക്കി ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്ത് ജീവിക്കുന്നവർ തന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലല്ല ഇവർ ചേർന്ന് എന്നുള്ള ഒറ്റ കാരണമാണ്. അത് അന്നം തരുന്ന അവരുടെ ആ ഷോയെ വരെ സമൂഹത്തിൽ കളിയാക്കാൻ ഇട്ട് കൊടുക്കുന്നു. ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, അവരൊരു പക്ഷേ പണ്ട് മുതലേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരല്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മേഖല വേറെ ആയിരുന്നിരിക്കാം. വേറൊരു മേഖലയിലായിപ്പോയി എന്നുകൊണ്ട് ആ വ്യക്തിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒട്ടും അറിവില്ല, അല്ലെങ്കിൽ ഇവരിതൊന്നും പുറമെ നടക്കുന്നതൊന്നും കാണുന്നതും കേൾക്കാതെ ഒന്നും ജീവിക്കുന്നവരല്ലല്ലോ. അവരും ഇതെല്ലാം കണ്ടും കേട്ടും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തും ചിന്തിച്ചും പഠിച്ചുമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മുമ്പോട്ട് പോയത്. അവരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ അവർക്കും അങ്ങനെ ഒരു, ഇപ്പോൾ ഈ ബിഗ് ബോസ് പോലെയുള്ളൊരു ഷോ
ആ ഷോ എന്താണെന്ന് അറിയാത്തവരാണ് കൂടുതലും അതിനെ കളിയാക്കുന്നത്. പക്ഷെ അതിനെ ഞാനൊന്നും പറയുന്നില്ല. അറിയാത്തവർ അതിനെ ആ ഒരു മോശം ഷോ ആയിട്ട് കാണുന്നവരുണ്ട്, അതിൽ പോകുന്നവരെല്ലാം മോശക്കാരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെയൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യമേ അവരുടെ ധാരണ അങ്ങനെയാണ്. അതിന് നമുക്ക് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഷോയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നത്, ഈ ഷോ 24 മണിക്കൂർ റിവ്യൂ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ വരെ അവരുടെ താല്പര്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ വിരോധം മാത്രമല്ല, ഇവിടെ കുറേ പേര് ഈ 2 വ്യക്തികളോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടർ റോബിനോടൊക്കെയുള്ള ഒരു വ്യക്തി വൈരാഗ്യം കൂടെ ഇവിടെ തീർക്കാൻ ശ്രമിക്കുന്നുണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഈ രാഷ്ട്രീയക്കാർ, നിങ്ങൾ പറഞ്ഞ അവരൊക്കെ പണ്ട് തൊട്ടേ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇങ്ങനെ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇവര് ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിലിറങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. അതുപോലെ തന്നെ അവർക്ക് ഈ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒക്കെയുള്ള കഴിവുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ബിഗ് ബോസിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു കുറച്ചൊരു കാലിബർ വേണം. ബിഗ് ബോസ് എന്ന ഷോയിൽ വിളിക്കുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് പോകാൻ തയ്യാറാവാത്തത്? അവിടെ പോയി ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലൊക്കെ നിൽക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അതൊരു സർവൈവൽ ഷോയാണ് അല്ലേ? അങ്ങനെ സർവൈവ് ചെയ്യാൻ തയ്യാറായി അവിടെ വെറുതെ പോയിട്ട് വന്നേ, അവിടെ പോയി ഏറ്റവും മികച്ച രീതിയിൽ, മികച്ച വ്യക്തി, അവിടുത്തെ ഷോയിൽ ഏറ്റവും മികച്ച രീതിയിൽ അതിൽ പെർഫോം ചെയ്തിട്ട് വെളിയിൽ വന്നവരാണ് അവർ. അപ്പോൾ അവരുടെ ഇപ്പോൾ ഡോക്ടർ റോബിനൊക്കെ ആ സീക്രട്ട് റൂമിൽ 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ അടച്ചിട്ട സമയത്ത് വെളിച്ചം പോലും ഇല്ലാതെ, ഒരാളുടെ സറൗണ്ടിങ്സ് ആരും ഇല്ലാതെ എല്ലാം ആ റൂമിൽ അവിടെയൊക്കെ സർവൈവ് ചെയ്ത വ്യക്തികളല്ലേ. അവരെ പോലുള്ളവർക്ക് ഈ രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചറിവില്ലാത്ത വ്യക്തികളൊന്നുമല്ല. ഒരു മണ്ടന്മാർ അല്ലെങ്കിൽ പൊട്ടന്മാർ. ഇതിനൊന്നും അഖിൽമാരാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അഖിൽമാരാർക്ക് സംസാരിക്കുകയും കുറച്ചൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടും പോകുന്നതുകൊണ്ട് അയാൾക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നുമില്ല. അയാൾക്ക് നിലപാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിനെ ഇതാക്കുന്നു. അതിൻ്റെ കൂടെ ബിഗ് ബോസിൽ പോയതാണ് ഇവരുടെയൊക്കെ യോഗ്യത എന്ന്. ബിഗ് ബോസിൽ പോയത് ഒരു അഡീഷണൽ യോഗ്യതയല്ലേ അവരുടെ? കാരണം ബിഗ് ബോസിലൊന്നും പോകാതെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചിട്ട് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഇവിടെ പുറമെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ അഭിനയിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനേക്കാളും അഡീഷണലായിട്ട് ഇവർ കുറച്ച് ദിവസം ഇങ്ങനെയുള്ളൊരു ഷോയിൽ പോയി അവിടെ സർവൈവ് ചെയ്ത് വിജയിച്ച് കാണിച്ചവരാണ്. അവർക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു പ്രതിസന്ധിയെ നേരിടാൻ അവർക്ക് മാനേജിങ് പവർ, അല്ലെങ്കിൽ ആ ഒരു ഗട്ട്സ് ഉണ്ടെന്ന് തെളിയിച്ചവരല്ലേ. അവർക്ക് രാഷ്ട്രീയത്തിൽ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പോഴേ നമ്മൾ വിലയിരുത്തുന്നു. അവർക്കൊരു ചാൻസ് കൊടുത്തിട്ട് അവരതിൽ പോയിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തില്ല, ഇത് പറഞ്ഞ പോലെ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ ഓക്കെ, നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇത് അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് ഷോയല്ല രാഷ്ട്രീയം എന്ന് അവർക്കറിയത്തില്ലേ? അതായത് ഡോക്ടർ റോബിൻ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടപ്പോൾ അത് വന്നൊരു കമൻറ്റാണ്, നിന്റെ തോൽവി, അതായത് കുണ്ടറ റോബിൻ്റെ തോൽവി ആഘോഷിക്കാൻ, അതായത് ഈ റിസൾട്ട് അറിയുന്ന ദിവസം കേരളക്കാർ ആഘോഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എത്ര വിഡിതമാണ് ആ കമൻ്റ് എന്നുള്ളതാണ്. കേരളക്കാരെ ഒരു വ്യക്തിയുടെ തോൽവി ആഘോഷിക്കാൻ കാത്തിരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ആ കേരളക്കാരെ മുഴുവൻ അയാളെ ശ്രദ്ധിക്കുന്നു എന്നല്ലേ? അത് തന്നെ അയാളുടെ ഒരു വിജയമല്ലേ? എന്തിനാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടാൻ പോകുന്നത്? എന്തിനാണ് ഇവരിങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത്? ഇത്രയും ബുള്ളിങ്ങിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അതിന് മാത്രം എന്താണ് തെറ്റ്? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചൂസ് ചെയ്തു, അതിൽ പോയി. ഓക്കെ, അവർക്ക് കഴിവില്ലെങ്കിൽ ഓക്കേടെ, കഴിവ് വേണ്ട. ഇതിന് മാത്രം കഴിവില്ലാത്തൊരു വ്യക്തിയെ ഇതിന് മാത്രം ഇട്ട് ആക്ഷേപിക്കും. അവരെന്ത് ചെയ്തിട്ടാ? എന്നിട്ടോ പറയാത്തതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു, അതായത് മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞു, അത് പറഞ്ഞു. ഇങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളൊന്നും ആ വ്യക്തി ഡോക്ടർ എവിടെയും മോദി പറഞ്ഞാൽ മുഖ്യമന്ത്രി ആവുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ വാർത്തയെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഡീഗ്രേഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. കുറേ പേര് ഇത് ആ വ്യക്തി പറയാത്ത കാര്യമാണ്, അത് തെറ്റായ ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലാവാതെ അത് എടുത്ത് പോയി റീഷെയർ ചെയ്ത് വീണ്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ, ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഇവർക്കെതിരെ നടത്തുന്ന ഈ സൈബർ ബുള്ളിങ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നി.
കാരണം നമ്മൾ മലർന്നു കിടന്ന് കുത്തുപ്പ എന്ന് പറയില്ലേ, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഷോ, നമ്മൾ റിവ്യൂ ചെയ്ത് ജീവിക്കുന്ന ഒരു ഷോ, ആ ഷോയെ വളരെ മോശമായിട്ട് സമൂഹത്തിൽ ബിഗ് ബോസ് കാണുന്ന എല്ലാ ഇവരെ കളിയാക്കുന്നത് ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കളിയാക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്കൊക്കെ ഈ കാര്യത്തിന് അവരൊക്കെ ഈ പ്രേക്ഷകരുടെ മൈൻഡ് അനുസരിച്ച് പ്രേക്ഷകരുമായി കണക്ട് ചെയ്ത് കളിച്ചവരാണ്. അവർക്കൊക്കെ അതായത് ഈ രാഷ്ട്രീയത്തിലൊക്കെ ഉപരി, രാഷ്ട്രീയം മതം ഇതിലൊക്കെ ഉപരിയായിട്ട് അവർക്ക് പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, പ്രേക്ഷകരെന്ന് പോട്ടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കയറി വരികയാണ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കയറി വന്ന ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാത്തതിൽ അപ്പുറമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അവർ കുറച്ചുകൂടി ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.